മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. തൃശൂർ പൂരം വെടിക്കെട്ടിൽ വീണ്ടും പ്രതിസന്ധി. പെസോ നിയമ ഭേദഗതിയിലെ നിർദ്ദേശങ്ങൾ പാലിക്കാത്തതുകൊണ്ട് തിരുവമ്പാടി ദേവസ്വം വേലയോടനുബന്ധിച്ച് നടത്താനെന്ന വെടിക്കെട്ടിന് തൃശൂർ ജില്ലാ അഡീഷണൽ മജിസ്ട്രേറ്റ് അനുമതി നിഷേധിച്ചു. പെസോ നിർദ്ദേശപ്രകാരമുള്ള മാനദണ്ഡങ്ങൾ പാലിക്കാനാവില്ലെന്ന് കണ്ടെത്തൽ. ശരത് ഓങ്ങല്ലൂർ വിവരങ്ങൾ നൽകും. ശരത്, വിശദാംശം എന്താണ്? തൃശൂർ പൂരത്തിന്റെ വെടിക്കെട്ട് സംബന്ധിച്ച് വീണ്ടും ഒരു പ്രതിസന്ധി രൂപപ്പെട്ടിരിക്കുകയാണ്. ഈ പ്രതിസന്ധിയുടെ മൂല കാരണം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ നിയമ ഭേദഗതിയാണ്. അത് വെടിക്കെട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് പെസോ നിയമം കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് കേന്ദ്ര സർക്കാർ ഭേദഗതി വരുത്തിയത്. ഈ പെസോ നിയമത്തിലെ പുതിയ ഭേദഗതി പ്രകാരം ഈ പൂരത്തിനോടനുബന്ധിച്ചുള്ള വെടിക്കെട്ട് നടത്താനുള്ള സാഹചര്യം നിലവിലില്ല എന്ന രീതിയിലാണ് ഇത്തരമൊരു ഉത്തരവ് ജില്ലാ അഡീഷണൽ കോടതി മജിസ്ട്രേറ്റ് ഉത്തരവിറക്കിയിരിക്കുന്നത്. കാര്യം പ്രധാനമായി പറയുന്ന കാര്യങ്ങൾ എങ്ങനെയാണ്: ഈ വെടിക്കെട്ട് നടക്കുന്ന വെടിക്കെട്ടിന്റെ ഉപകരണങ്ങൾ സൂക്ഷിക്കുന്ന മാക്സനും ഈ വെടിക്കെട്ട് നടക്കുന്ന സ്ഥലവും തമ്മിൽ 200 മീറ്റർ ദൂരം വേണം എന്നായിരുന്നു പ്രധാനപ്പെട്ട ഇതിന്റെ നിർദ്ദേശം എന്ന് പറയുന്നത്. നിലവിൽ തിരുവമ്പാടി ദേവസ്വം ഇതിന് അപേക്ഷ സമർപ്പിച്ചപ്പോൾ അതിന് നൽകിയിട്ടുള്ള അപേക്ഷയെ നിരസിച്ചുകൊണ്ടാണ് കോടതി ഇപ്രകാരം ഉത്തരവ് പറഞ്ഞത്. നിലവിൽ വെടിക്കെട്ട് നടക്കുന്ന സ്ഥലവും വെടിപ്പുരയും മാക്സിനും തമ്മിൽ 78 മീറ്ററിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇത് പുതിയ നിയമ ഭേദഗതി പ്രകാരം അംഗീകരിക്കാൻ കഴിയില്ല എന്ന് കൃത്യമായി പറയുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ 200 മീറ്റർ പരിധിക്കകത്ത് നിന്നുകൊണ്ട് വെടിക്കെട്ടിനുള്ള സ്ഥലമില്ലെന്ന് പറയുമ്പോൾ തന്നെ 250 മീറ്റർ ചുറ്റളവിൽ 2 പെട്രോൾ പമ്പുകൾ, ഒരു സ്കൂള്, ഒരു ഹോസ്പിറ്റല്, ഈ 4 സ്ഥാപനങ്ങൾ ഉള്ളത് കൊണ്ട് അത് ജനങ്ങളുടെ ജീവന് ഭീഷണിയാണ് എന്ന അർത്ഥത്തിലാണ് ഇത്തരത്തിലൊരു ഉത്തരവ് കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത് തന്നെ. തൃശൂർ പൂരം വെടിക്കെട്ടിൽ ശരത്, മുൻപും ഇതേ പ്രതിസന്ധി പെസോയുമായി ബന്ധപ്പെട്ട് ജില്ലാ ഭരണകൂടം ഈ പെസോ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ മുൻപും ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഈ പ്രശ്നത്തെ ഇനി ഏത് വിധത്തിൽ കൈകാര്യം ചെയ്യാനായിരിക്കും ദേവസ്വങ്ങൾ ഉദ്ദേശിക്കുന്നത്? അല്ല, ഇത്തരത്തിലൊരു പ്രതിസന്ധി ഉണ്ടാകും എന്ന സാഹചര്യം ഈ പെസോ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉണ്ടായപ്പോൾ മുതൽ ഉയർന്നു വന്നിരുന്നായിരുന്നു. അന്ന് തന്നെ കേന്ദ്രമന്ത്രിയായിട്ടുള്ള തൃശൂർ MP കൂടിയായിട്ടുള്ള സുരേഷ് ഗോപിയുടെ മുൻപാകെ ഈ വിഷയം ഇവിടുത്തെ ദേവസ്വങ്ങളും ഇവിടുത്തെ ജനപ്രതിനിധികളും മറ്റ് നാട്ടുകാരും ഒക്കെ അറിയിച്ചിട്ടുള്ളതുമാണ്. പക്ഷേ അതിനകത്ത് നിന്ന് പിന്നോട്ട് പോകാൻ കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല. അതാണ് ഇപ്പോൾ നിലവിൽ തൃശൂർ പൂരത്തിന് വലിയൊരു പ്രതിസന്ധിയായിരിക്കുന്നത്. ഇതിനെ എപ്രകാരം മറികടക്കും എന്ന കാര്യത്തിനകത്ത് കൂടുതൽ ആലോചന നടത്തുമെന്ന കാര്യത്തിൽ ദേവസ്വത്തിന്റെ ഭാരവാഹികളുടെ ഭാഗത്ത് നിന്ന് പ്രതികരണം ലഭിക്കേണ്ടതുണ്ട്. ഈ തൃശൂരിലെ ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരം ഒരു പ്രതിസന്ധി ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് നിർദ്ദേശങ്ങൾ വരികയും ആ നിർദ്ദേശങ്ങൾക്ക് സുപ്രീം കോടതിയുടെ സ്റ്റേ ലഭിക്കുകയും ചെയ്ത സാഹചര്യത്തിലും നമ്മൾ ഇപ്രകാരം ചോദിച്ചിരുന്നു ദേവസ്വത്തിനോട്, ഈ പെസോ നിയമ ഭേദഗതി, നിലവിലെ ഭേദഗതി എന്ന് പറയുന്നത് പൂരത്തിന്റെ വെടിക്കെട്ടിനെ സാരമായി ബാധിക്കുന്നതല്ലേ? അത്തരത്തിൽ ഏത് രീതിയിലുള്ള പ്രതികരണമാണ് നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവുക എന്ന് ചോദിച്ചിരുന്നു. ആ സമയങ്ങളിൽ അവർ പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ തങ്ങൾ പ്രതികരിക്കുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും രീതിയിലുള്ള തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ ആ സാഹചര്യത്തിൽ പ്രതികരിക്കാമെന്നാണ് പറഞ്ഞത്. നിലവിൽ തിരുവമ്പാടി ദേവസ്വം നൽകിയ അപേക്ഷയിലാണ് ഈ ജില്ലാ അഡീഷണൽ മജിസ്ട്രേറ്റിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരം ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അടുത്ത ദിവസങ്ങളിൽ തന്നെ തിരുവമ്പാടിയുടെയും പാറമേക്കാവിന്റെയും ഉൾപ്പെടെയുള്ള ഭാരവാഹികളുടെ ഭാഗത്ത് നിന്ന് വിഷയത്തിൽ ഒരു പ്രതികരണം ഉണ്ടായേക്കാം എന്നാണ് നമ്മുടെ പ്രതീക്ഷ. ശരത് ഓങ്ങല്ലൂരാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. തൃശൂർ പൂരം വെടിക്കെട്ടിൽ വീണ്ടും പ്രതിസന്ധി രൂപപ്പെട്ടിരിക്കുന്നു. പെസോ നിയമ ഭേദഗതിയിലെ നിർദ്ദേശങ്ങൾ പാലിക്കാത്തതുകൊണ്ട് തിരുവമ്പാടി ദേവസ്വം വേലയോടനുബന്ധിച്ച് നടത്താറുന്ന വെടിക്കെട്ടിന് തൃശൂർ ജില്ലാ അഡീഷണൽ മജിസ്ട്രേറ്റ് കോടതി അനുമതി നിഷേധിച്ചിരിക്കുന്നു എന്നതാണ് ശരത് ഓങ്ങല്ലൂർ വിവരങ്ങൾ നൽകിയത്.